ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ വൈകിട്ട് എന്താ പരിപാടി എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കടമക്കുടിക്ക് വിട്ടാലോ എന്നൊരു പ്ലാൻ വന്നത്. കാരണം ഇനി 2 ദിവസം കൂടെ നമ്മൾ കൊച്ചിയിലുണ്ടാവുള്ളൂ. അപ്പം സമയം ഒട്ടും കളയണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ വൈകുന്നേരത്തെ പരിപാടി പ്ലാൻ ചെയ്ത്. ഒത്തിരി ദൂരം പോകാനും പറ്റൂല, എന്നാൽ കുറച്ച് അടുത്തായിട്ടുള്ളൊരു സ്ഥലം ആലോചിച്ചപ്പോൾ കടമക്കുടി തന്നെയാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. എറണാകുളത്ത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പാടാണ്. ഇത് ശരിക്കും ദ്വീപ് മേഖലയാണ്. ഇവിടെ ഒരു 14 ദ്വീപുകൾ കൂടി ചേരുന്ന ഒരു മെയിൻ സ്ഥലമാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. വൈകുന്നേരം ഫാമിലിയായിട്ട് പോയി ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കടമക്കുടി. അപ്പം ഞങ്ങൾ പിഴല വഴിയാണ് പോയത്. അപ്പോൾ നമുക്ക് 2 വഴിയും പോകാം, പിഴല വഴിയും പോകാം, വരാപ്പുഴ വഴിയും പോകാം. ഞങ്ങൾ പിഴല വഴിയാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു കടത്ത്, ഒരു ജങ്കാറിൽ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇത് ഒരു ചെറിയ ജങ്കാറാണ് കേട്ടോ, ഒരു 2 ചെറിയ തോണികൾ വെച്ച് കെട്ടിയിട്ടുള്ള ചെറിയൊരു ജങ്കാറ്. അപ്പം ഇതിൽ ഒത്തിരി വാഹനങ്ങൾക്കൊന്നും കയറാൻ പറ്റത്തില്ല. ചെറിയ 2 കാറോ ബാക്കി ബൈക്കും അങ്ങനെയൊക്കെയാണ് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കയറുന്നതൊക്കെ ഒരു കണ്ടു നിൽക്കാൻ തന്നെ ഒരു ഇതാണ്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കാണുന്നവർക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും. കാരണം നമുക്ക് ഫ്രണ്ട് കാണത്തില്ല, വെള്ളത്തിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അവർ വളരെ കറക്റ്റായിട്ടാണ് വണ്ടി കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ. വൈകുന്നേരത്തെ ആ സൺസെറ്റും അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ കിട്ടണമെങ്കിൽ ഈ പിഴല വഴി തന്നെ പോയിട്ട് ജങ്കാറെ പോയിട്ട് തന്നെ ഇത് കാണണം. മറ്റേ വരാപ്പുഴ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടൂല. നമ്മൾ കയറിയപ്പോഴത്തേക്കും ജങ്കാറെടുത്തു, കാരണം വേറെ ആരും ഇല്ലായിരുന്നു. ഇതെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ബൈക്കുകാരും സൈക്കിളുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിങ്ങും കയാക്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം തൊമ്മു ഇതെല്ലാം കണ്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണുവാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ചീനവലയും സൺസെറ്റും കയാക്കിങ്ങും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അക്കരയ്ക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ബോട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കയാക്കിങ്ങുകാർ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ചേട്ടന്മാർ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഓളം വെട്ടുമ്പം ഇതുപോലത്തെ ചെറിയ ജങ്കാറല്ലേ, അപ്പോൾ ചിലപ്പോൾ മറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കണ്ടതാണ് നമ്മുടെ ഓപ്പറേറ്റർ ചേട്ടൻ. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടോ 3 പിള്ളേരവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ജങ്കാറ് വരാൻ വേണ്ടി. ഇനി അവർക്ക് അക്കരയ്ക്ക് പോകാനുള്ളവരാണ്. തൊമ്മൂന് ഏകദേശം മനസ്സിലായി എവിടെയോ എത്തിയെന്നൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ജങ്കാറ അടുപ്പിച്ചപ്പോഴത്തേക്കും അടുത്ത സെറ്റ് ആൾക്കാർ കയറി അക്കരയ്ക്ക് പോകാനുള്ളവർ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പോൾ വണ്ടി ഇറക്കി. ഇവിടെ ചെറിയ ബോട്ടും വലിയ ബോട്ടും എല്ലാം സർവീസുണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് ചില്ല് ചെയ്യണമെങ്കിൽ ബോട്ടിൽ ഒരു ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കടമക്കുടി എത്തി. അപ്പോൾ നമ്മൾ ചെന്നപ്പം വലിയൊരു തിരക്കൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നിറച്ച് ആൾക്കാരായി. 2 സൈഡിലും നടക്കുന്ന ആൾക്കാർ, ഇരിക്കുന്ന ആൾക്കാർ, വണ്ടിയിൽ വരുന്നവർ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഈവനിങ് ആയ ഇവിടെ എപ്പോഴും നല്ല തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണല്ലോ കടമക്കുടി എന്ന് പറഞ്ഞാൽ. ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതും ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ട് നല്ലൊരു സ്പോട്ടല്ലേ.
തൊമ്മു ചെന്നപാടെ ഐസ്ക്രീം കടയെല്ലാം കണ്ടുപിടിച്ചു. അതിൻ്റെ ചുവട്ടിൽ തന്നെയായിരുന്നു കാറ് വെച്ചിരുന്നത്. അപ്പോൾ ചെന്നപ്പം മുതൽ ഐസ്ക്രീം തീറ്റയായിരുന്നു. പല വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീമൊക്കെ ആയിരുന്നു തൊമ്മു കഴിച്ചുകൊണ്ടിരുന്നത്. ഒരെണ്ണം വാങ്ങും, അത് കുറച്ച് നേരം കഴിക്കും, അത് കഴിഞ്ഞ് അടുത്തത് വാങ്ങും, അത് കുറച്ച് നേരം കഴിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു, കഥയൊക്കെ പറഞ്ഞ്. ഞങ്ങൾ ഷാപ്പിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരെയും കൊണ്ട് ഷാപ്പിലൊക്കെ പോയിട്ട് ശരിയാവില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഒരു ഡ്രോൺ അതിലെ വട്ടവിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊമ്മുവിന് ഡ്രോൺ കാണിച്ചു കൊടുക്കുമായിരുന്നു. തൊമ്മു പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പ്ലെയിൻ ഒന്നുമല്ല, ഇത് ഡ്രോണാണ്. ഇവന് ഞങ്ങളവിടെ ചെന്നപ്പോൾ മുതലേ ഉണ്ടായിരുന്നു. അവിടെ ആരെന്ത് വാങ്ങിയോ അന്നേരം അവരുടെ കൂടെ കൂടുവൻ. ഐസ്ക്രീംകാരുടെ കൂടെയും ഐസുകാരുടെ കൂടെ എല്ലാം പുറകെ നടക്കുമായിരുന്നു. പിന്നെ കള്ളുഷാപ്പ് പ്ലാനൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് നേരം എവിടെയെല്ലാം കറങ്ങിയിട്ട് ചായയും കുടിച്ച് ഇതിലെല്ലാം കറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പതുക്കെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി കടമക്കുടി പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പേഴല വഴി പോയി ചെങ്കാറിൽ കയറിയിട്ട് കടമക്കുടി എത്താം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വരാപ്പുഴ വഴിയാണ് വന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.